ജമിയത്തുൽ ഉലമായുടെ പതാക ദിനമാണ് ജൂൺ 26. 1955 ജൂൺ 26 കൊല്ലം ജോനകപ്പുറത്ത് വെച്ച് PK യൂനിസ് മൗലവിയുടെ അധ്യക്ഷതയിലാണ് ഈ മഹത്തായ സംഘടനയ്ക്ക് രൂപം നൽകിയത്. അന്ന് കേരളത്തിൽ ആകമാനം ഒറ്റ സംഘടന മാത്രമേ അതിന് മുമ്പുണ്ടായിരുന്നുള്ളൂ. ദക്ഷിണ സമസ്ത എന്നുള്ള ഒരു രീതി വന്നത് 1956 കാരണം തെക്കുള്ളവർക്കും വടക്കുള്ളവർക്കും ഒരേപോലെ പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വടക്കുള്ളവർ തെക്ക് വന്ന് പ്രവർത്തിക്കാനും വടക്കുള്ളവർ തെക്ക് വന്ന് പ്രവർത്തിക്കാനുമുള്ള അന്നത്തെ സാഹചര്യം കൊണ്ട് രണ്ട് സംഘടനയും കൂടെ രൂപീകരിച്ചത് അന്നാണ്. അതായത് തെക്കുള്ളവരെല്ലാം കൂടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്നും വടക്കുള്ളവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും പറഞ്ഞ് സംഘടന രൂപീകരിച്ചു. 1955 ജൂൺ 26 ആദ്യത്തെ പേര് തിരുക്കൊച്ചി ജമിയത്തുൽ ഉലമ എന്നായിരുന്നു. അത് കേരളപ്പിറവിക്ക് ശേഷമാണ് ദക്ഷിണ കേരള എന്ന് നാമകരണം ചെയ്തത്. ആദ്യത്തെ പ്രസിഡന്റ് PK യൂനിസ് മൗലവി ആയിരുന്നു. ആദ്യത്തെ മൗലവി അധ്യക്ഷനായിരുന്നു. അതിനുശേഷം അബുൽ ബുഷ്ര മൗലവി, ഇപ്പോൾ KP അബൂബക്കർ ഹസറത്താണ് ഈ ദക്ഷിണയെ നയിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ദിനം ആചരിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. മഹത്തായ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ 1955 ജൂൺ 26 രൂപീകൃതമായി. ഇന്നേക്ക് 69 വയസ്സ് പൂർത്തിയാവുകയാണ്. നമ്മുടേതായ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകുന്നതിൽ മഹത്തായ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഈ മുസ്ലിം ഉമ്മത്തിനെ സാംസ്കാരികമായും അതേപോലെ മതപരമായും അവരൊരു പ്രത്യേകമായ ചിട്ടയോടുകൂടി സമൂഹത്തിനെ നയിക്കുന്നതിൽ, മഹല്ലുകളെ നിയന്ത്രിക്കുന്നതിൽ ഒരു മഹത്തായ ധാർമ്മികത ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് ഈ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഉലമാഇൻ്റെ സംഘടന അഥവാ ഉമറാ ചേർന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ, സമൂഹത്തിനെ നേരായ പാതയിലൂടെ ആഖിറം നന്നാകുന്നതിന് വേണ്ടി, ദുനിയാവ് മെച്ചപ്പെടുന്നതിന് വേണ്ടി നമ്മുടേതായ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ഇടപെടുന്ന ഒരു പ്രസ്ഥാനമായി വളരുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെതായ രൂപീകൃത ദിവസമാകുന്ന ജൂൺ 26 അനുസ്മരിക്കാൻ വേണ്ടിയാണ് പതാക ദിനമായി ഇന്നിവിടെ നാമൊക്കെ സംഘടിക്കുന്നതും അതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇതേ സമയത്ത് ഒരു പതാക ഉയർത്തലും അതിൻ്റെ അനുബന്ധ ചടങ്ങുകളും നിർവഹിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിനെ ചിട്ടയിലൂടെ ഈ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കാൻ മഹത്തായ ഈ പ്രസ്ഥാനത്തിനും അതിൻ്റെതായ നേതൃത്വത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹല്ലിലും ഈ പ്രസ്ഥാനത്തിനും നമ്മുടേതായ ഈ പ്രദേശത്തിനും വലിയ ആത്മീയ നേതൃത്വമായിരുന്ന അലവിക്കുഞ്ഞ് മൗലവി എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ, അവരും ഈ മേഖലയിൽ നടത്തിയതായ സേവനം നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ളതായ ഒരു പ്രവർത്തനമായി, എളിയ ഒരു സേവനമായി ഇതിനെയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷവും ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അലവിക്കുഞ്ഞ് മൗലവി അവരുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ ജമാഅത്തിലാണ്. അദ്ദേഹം ഈ പള്ളിയിൽ, നമ്മുടെ വെക്കാപ്പള്ളിയൊക്കെ വലിയൊരു അസാധ്യമായ ബന്ധമുണ്ടായിരുന്നു. ഈ പള്ളിയുടെ തന്നെ നിർമ്മാണത്തിൻ്റെ ഒരാൾ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുകൊണ്ട് നമുക്ക് മറ്റു മേഖലയേക്കാൾ കൂടുതൽ അസാധ്യമായ ബന്ധം ഈ ചടങ്ങിനുണ്ട്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട്
اللهم أوصل مثل ثواب ما قرأناه هذه هدية باطلة ورحمة. കൂടിയിരിക്കുന്നത് നമ്മുടെ ദക്ഷിണ കേരള ജമിഅത്തുൽ-ഉലമായുടെ 69ാമത് ദിനമായ പതാക ഉയർത്തലുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ദക്ഷിണ കേരള ജമിഅത്തുൽ-ഉലമായുടെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള എല്ലാ ജമാഅത്തുകൾ, മദ്രസകൾ, മറ്റു പ്രസ്ഥാനങ്ങൾ ഇവിടെയെല്ലാം പതാക ഉയർത്തുന്ന ദിവസമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദക്ഷിണ കേരള ജമിഅത്തുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കന്മാർ, പ്രമുഖരായ റഈസുൽ-ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ് അവറുകൾ, നമ്മുടെ ഈ മണ്ണിൽ അന്ത്യവശം കൊള്ളുന്ന മർഹൂം അലി ഉസ്താദ് അവറുകൾ, ഇവരുടെയൊക്കെ പരിശ്രമമാണ് ഈ ജമിഅത്തുൽ-ഉലമ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദിൽ കേന്ദ്ര നേതാക്കന്മാർ, എല്ലാ ഉസ്താദന്മാരും അവിടെ സിയാറത്തിന് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ജമാഅത്തിലും ഈ അന്നസീമിന്റെ പ്രചാരണവും അതിന്റെ ആദ്യ എഴുത്തുകാരനുമായ ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ സിയാറത്തുമായി ബന്ധപ്പെട്ട് പതാക ഉയർത്താനാണ് നമ്മുടെ നിൽക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ചുകൊണ്ട് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനെപ്പറ്റി അധികം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീഫുൽ ഇസ്ലാം ജമാഅത്ത് ഷെയ്ഖ് മസ്ജിദിൻ്റെതായ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാപണ്ഡിതൻ ഇന്ന് ഈ സമയത്ത് അവിടെ നമ്മുടേതായ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഒരുമിച്ചുകൂടി സിയാറത്ത് എന്ന് പറയുന്ന മഹത്തായ കർമ്മം നിർവഹിക്കപ്പെടുന്നുണ്ട്. ഈ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് കൊടിയുയർത്തലും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തും അന്നസ്ലിമീനുമൊക്കെ വലിയ സേവനം നൽകിയ ഒരു മഹൽ വ്യക്തിത്വമാണ് മഹാനായ അലവിക്കുഞ്ഞ് മൗലവി എന്ന് പറയുന്ന നാമി ചാരത്തു നിൽക്കുന്ന മഹാപണ്ഡിതൻ. പ്രത്യേകിച്ച് ഈ ഷെരീഫുൽ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ഈ ജമാഅത്തിന് ആത്മീയ നേതൃത്വം നൽകിയിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ആ അടിസ്ഥാനത്തിലുമൊക്കെയാണ് നാം ഇവിടെ ഈ ദിനത്തിൽ അവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടും അവരുടേതായ ബർസഹിയ ലോകത്തേക്ക് ഒരു ഹദിയ നൽകാനും വേണ്ടി നാം സിയാറത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയത്. ഇവിടെ ഒരുമിച്ച് കൂടിയ മഹാനായ അലവിക്കുഞ്ഞ് ഉസ്താദിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയ നന്ദി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദീനിന്റെ ഒരു ഖിദ്മത്തായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട നമ്മുടെ തെക്കൻ കേരളത്തിൽ യഥാർത്ഥത്തിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് PC എന്നറിയപ്പെടുന്ന സംഘടനയായിരുന്നു. അത് ദക്ഷിണ കേരള ജമിഅത്തുൽ-ഉലമ എന്ന സംഘടനയിലേക്ക് പേര് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ 69 വർഷം എന്ന് നാം പറയുന്നത്. അത് ജോനകപ്പുറത്തുള്ള കൊച്ചുപള്ളിയിൽ വെച്ചുകൊണ്ടായിരുന്നു അതിൻ്റെ സ്ഥാപന പ്രഖ്യാപനത്തിന് നടത്തുന്നത്. മഹാന്മാരായ റഈസുൽ-ഉലമ അടക്കമുള്ള നേതൃത്വം യൂനുസ് ഉസ്താദാണ് അതിൻ്റെ കാര്യമായ പ്രസിഡന്റായി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ മഹാനവകളുടെ നേതൃത്വത്തിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് സ്ഥാപിതമായ ഈ സംഘടന ഇന്നും ലോകത്തിൻ്റെ മുന്നിൽ പ്രശംസനീയമായി പ്രവർത്തിച്ചു വരികയാണ്. അല്ലാഹു തആല അതിൽ ഭാഗവാക്കായ, അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി സേവനം ചെയ്ത് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞവരുടെ ദറജകൾ അല്ലാഹു തആല ഏറ്റുകൊടുക്കുമാറാകട്ടെ. അവരോട് اللهم خصوصا إلى حضرة من نحن عنده يا أرحم الراحمين. اللهم وصل بك النعيم. اللهم وإلى حضرات جميع علماء أهل السنة والجماعة. اللهم زد فضلا على فضلهم.